മൊഡ്യൂൾ 1 നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറേ ബേസിക് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗായിട്ട് ബന്ധപ്പെട്ട കുറേ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ്, അത് തമ്മിലുള്ള കുറേ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ്, അതുപോലെ ചില ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് കണ്ടെത്താനുള്ള മെത്തേഡ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒറിജിൻ ഓഫ് സോയിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഡെപ്പോസിറ്റ് ഇൻ ഇന്ത്യ, മേജർ സോയിൽ ഡെപ്പോസിറ്റ് ഇൻ ഇന്ത്യ. പിന്നെ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ 3 phase സിസ്റ്റം വെച്ചിട്ടാണ്. അപ്പോൾ 3 phase സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, എയർ കണ്ടൻറ്റ്, വാട്ടർ കണ്ടൻറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, യൂണിറ്റ് വെയിറ്റ്. ഈ ഓരോ ടേമിൻ്റെ ഡെഫിനേഷൻ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്കിത് വെച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് മനസ്സിലാവും, അത് വെച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ എല്ലാ പ്രോപ്പർട്ടീസിനെ പറ്റി ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. അതിനുശേഷം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ബേസിക് പ്രോപ്പർട്ടീസ്, ഈ ബേസിക് പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്തണം. അതിനുശേഷം ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ് ബൈ ഓവൻ ഡ്രൈ മെത്തേഡ്. ഈ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എങ്ങനെയാണ് നമ്മൾ ഓവൻ ഡ്രൈ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടെത്തുന്നത് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് ഫീൽഡ് ഡെൻസിറ്റി കണ്ടെത്തുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. കോർ കട്ടർ മെത്തേഡും സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡും. ഈ 2 മെത്തേഡിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. പിന്നെ ഇതിലൊരു പ്രോപ്പർട്ടി ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ആൻഡ് തിക്സോട്രോപ്പി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1 നമ്മൾ തുടങ്ങുന്നത് ഒറിജിൻ ഓഫ് സോയിൽ വെച്ചിട്ടാണ്. ഒറിജിൻ ഓഫ് സോയിൽ. അപ്പോൾ സോയിൽ ഫോർമേഷൻ എങ്ങനെയാണ്, സോയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സോയിൽ ഈസ് ഫോംഡ് ബൈ വെതറിങ് ഓഫ് റോക്ക് അല്ലേ? വെതറിങ് ഓഫ് റോക്കാണ് സോയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ സോയിൽസ് ആർ ഫോംഡ് ബൈ weathering of rock and decomposition of organic matter. ഇങ്ങനെയാണ് സോയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ സോയിൽ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കും ആവാം, ഇനോർഗാനിക്കും ആവാം. ഓർഗാനിക് സോയിൽ നമ്മൾ വിളിക്കുന്നതാണ് ക്യുമുലസ് സോയിൽ. അപ്പോൾ ഓർഗാനിക് സോയിലാണെങ്കിൽ ഓർഗാനിക്കും ആവാം, ഇത് ഇനോർഗാനിക്കും ആവാം. ഓർഗാനിക് സോയിലിനെ വിളിക്കുന്ന പേരാണ് ക്യുമുലസ് സോയിൽ. അതിനൊരു എക്സാമ്പിളാണ് പീറ്റ്, ഹ്യൂമസ്, എന്തൊക്കെ. അപ്പോൾ ഈ ഒരു സോയിൽ ഫോർമേഷനെ പറ്റി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ സോയിൽ ഫോർമേഷനെ പറ്റിയിട്ടൊക്കെ പറയും. ഡിസൻറ്റഗ്രേഷൻ ഓഫ് റോക്ക് കാരണമാണ് സോയിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സോയിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ജിയോളജിക്കൽ സൈക്കിൾ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ജിയോളജിക്കൽ സൈക്കിൾ. അപ്പോൾ ഈ ജിയോളജിക്കൽ സൈക്കിൾ വഴിയാണ് സോയിൽ ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ്? ആദ്യം തന്നെ നമ്മൾ എന്താ നടക്കുന്നത്? വെതറിങ് ഓഫ് റോക്ക് നടക്കും. അതായത് റോക്കിൻ്റെ ഡിസൻറ്റഗ്രേഷൻ നടക്കും. റോക്കിൻ്റെ ഡിസൻഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്താ ചെയ്യപ്പെടുന്നത്? ആ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത പാർട്ടിക്കിൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. അതൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. പിന്നെ അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സാണ് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് ഡെപ്പോസിഷൻ. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിഷൻ. അതിന് ശേഷം വരുന്ന നെക്സ്റ്റ് ആണ് അപ്ഹീവൽ. ഇതാണ് ഒരു ജിയോളജിക്കൽ സൈക്കിൾ എന്ന് പറഞ്ഞത്. വീണ്ടും ഈ അപ്ഹീവൽ ആയിട്ടുള്ള സാധനം വീണ്ടും ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും. അത് വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്യും, വേറൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യും, വീണ്ടും അവിടെ അപ്ഹീവൽ ഉണ്ട്. ഇങ്ങനെ ജിയോളജിക്കൽ സൈക്കിളാണ് സോയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെതറിങ് ഓഫ് റോക്കാണ് ഈ ഒരു സോയിൽ ഫോർമേഷന് കാരണമാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെതറിങ് ഓഫ് റോക്ക് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. വെതറിങ് ഓഫ് റോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫിസിക്കൽ വെതറിങ് ആവാം, അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ് ആവാം. അപ്പോൾ ഫിസിക്കൽ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള എഫക്റ്റ് അത് കാരണം ഉണ്ടാകുന്നതാണ് ഈ ഫിസിക്കൽ വെതറിങ്. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കാരണമാവാം, അല്ലെങ്കിൽ വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ്, വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ്, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ വളർന്ന് റോക്കിൻ്റെ ഉള്ളിലേക്ക് വളർന്നു കഴിഞ്ഞാൽ അത് ഡിസിൻറ്റഗ്രേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് ഫിസിക്കൽ വെതറിങ്ങിൽ വരുന്നത്.
പിന്നെ നെക്സ്റ്റ് ആണ് കെമിക്കൽ വെതറിങ്. അപ്പോൾ കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, അതായത് കെമിക്കൽ പ്രോസസ്സായിട്ടുള്ള ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, കാർബണേഷൻ, ലീച്ചിങ്, ഇത്തരത്തിലുള്ള കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻ കാരണമാണ് റോക്ക് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ കെമിക്കൽ വെതറിങ് എന്ന് പറയും. അപ്പോൾ ഫിസിക്കൽ വെതറിങ് പ്രകാരം ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് സോയിലിന് എക്സാമ്പിളാണ് ഗ്രാവൽ, സാൻഡ് ഒക്കെ. ഗ്രാവൽ, സാൻഡ് ഇതൊക്കെ റോക്ക് പൊടിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഫിസിക്കൽ വെതറിങ് കാരണം ഉണ്ടാകുന്നതാണ് ഗ്രാവലും സാൻഡും ഒക്കെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കെമിക്കൽ വെതറിങ് കാരണം ഉണ്ടാകുന്ന റോക്കിന് എക്സാമ്പിളാണ് ക്ലേ സോയിൽ. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് വെതറിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സോയിലിനെ ഒന്നെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത റോക്ക് പാരൻറ്റ് റോക്കിന് താഴെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും, വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടൊന്നും ചെയ്യപ്പെടില്ല. അങ്ങനത്തെ സോയിലിനെ പറയുന്ന പേരാണ് റെസിഡ്യുവൽ സോയിൽ. ഇൻ കേസ് നമ്മുടെ സോയിൽ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടാണെങ്കിൽ അതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ സെഡിമെൻ്ററി സോയിൽ എന്ന് പറയും. അപ്പോൾ നമ്മുടെ സോയിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സോയിൽ ഒന്നെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ എവിടെ എന്ത് ചെയ്യും, പാരൻറ്റ് റോക്കിൻ്റെ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുക. പാരൻറ്റ് റോക്കിൻ്റെ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസിഡ്യുവൽ സോയിൽ എന്ന് പറയുന്നത്. റെസിഡ്യുവൽ സോയിൽ. അപ്പോൾ റെസിഡ്യുവൽ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് റിമൈൻ ഓൺ ദി പാരൻറ്റ് റോക്ക് ഇറ്റ്സെൽഫ്. റിമൈൻ ഓൺ ദി പാരൻറ്റ് റോക്ക്. പാരൻറ്റ് റോക്ക് without getting transported. വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാണ്ട് പാരൻറ്റിൻ്റെ താഴെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റെസിഡ്യുവൽ സോയിൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ബ്ലാക്ക് കോട്ടൺ സോയിലും പിന്നെ ലാറ്ററൈറ്റ് സോയിലും. എക്സാമ്പിൾ ബ്ലാക്ക് കോട്ടൺ സോയിൽ, പിന്നെ അതുപോലെ തന്നെ ലാറ്ററൈറ്റ് സോയിൽ. അപ്പോൾ അതാണ് റെസിഡ്യൂ. അപ്പോൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറഞ്ഞാലോ, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സോയിലിനെയാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത സോയിലിനെ എന്ത് സോഴ്സ്, ആ സോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് വെച്ചിട്ട് പല ടൈപ്പ് ഓഫ് സോയിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടഡ് സോയിലിനെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ സോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനനുസരിച്ചിട്ട് സോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അതിനനുസരിച്ച് പല ടൈപ്പ് ഓഫ് സോയിലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം? ഒന്നെങ്കിൽ റിവർ വഴി ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലേക്ക്, തടാകത്തിലൂടെ നമുക്കത് ട്രാൻസ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കടലിൽ തിരമാലകൾ മുഖേന ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ വിൻഡ് സോയിലിനെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം മുകളിൽ നിന്നുള്ള ഒരു സാധനം താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലേസിയർ, അതായത് ഐസ് പോലുള്ള കാര്യങ്ങൾ കാരണം ഇത് എന്തുണ്ട്, ഐസിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ട് സോയിൽ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഈ സോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നനുസരിച്ച് നമ്മൾ പല ടൈപ്പ് ഓഫ് സോയിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ റിവറാണ് നമ്മൾ സോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് ആണെങ്കിൽ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന സോയിലിനെ നമ്മൾ പറയുന്ന പേരാണ് അല്ലൂവിയൽ സോയിൽ. പിന്നെ അതുപോലെ ലേക്സ് വഴിയാണ് സോയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പറയുന്ന പേരാണ് ലാക്കസ്ട്രീൻ സോയിൽ. പിന്നെ സീ ആണ് നമ്മുടെ സോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെറൈൻ സോയിൽ. പിന്നെ വിൻഡാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഏജൻസി എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എയോലിയൻ സോയിൽ. ഇപ്പോൾ എയോലിയൻ സോയിലിന് എക്സാമ്പിളാണ് സാൻഡ് ഡ്യൂൺസ്. പിന്നെ സാൻഡ് ഡ്യൂൺസ്, ലോസ് എന്നൊക്കെ പറയുന്നത് വിൻഡ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എയോലിയൻ സോയിലിന് എക്സാമ്പിളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഒരു ഹയർ നിന്ന് ഒരു ലോവർ ഫീൽഡിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറയുന്ന സോയിലിൻ്റെ പേരാണ് കൊളൂവിയൽ സോയിൽ. എക്സാമ്പിൾ
ടാലസ്. കൊളുവിയൽ സോയിലിന് എക്സാമ്പിളാണ് ടാലസ്. പിന്നെ ഗ്ലേഷ്യർ. ഗ്ലേഷ്യർ വഴി ട്രാൻസ്പോർട്ട് ചെയ്യാവുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ് സോയിൽ. ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ് സോയിൽ. അതിനൊരു എക്സാമ്പിളാണ് ഡ്രിഫ്റ്റ്, ടില്ല്, ഇതെല്ലാം. ഇതെന്ന് പറഞ്ഞാൽ ഐസുകളുണ്ടാവും, വലിയ വലിയ മഞ്ഞ് മലകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ മഞ്ഞിനുള്ളിലെ മണ്ണൊക്കെ എന്തെങ്കിലും ക്യാച്ച് ചെയ്യും. ഈ ഐസ് പിന്നെ വേറെ സ്ഥലത്തേക്ക് ഉരുണ്ട് പോയി അവിടെ വന്നിട്ട് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മണ്ണ് എന്ന് പറയുന്നത് അവിടെ ഡെപ്പോസിറ്റ് ആവും. അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അനുസരിച്ച് നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്തത്. നമുക്ക് മെയിനായിട്ട് ഇന്ത്യയിൽ കാണപ്പെടുന്ന സോയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ സോയിൽ ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ. മെയിൻ സോയിൽ ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള മെയിൻ സോയിൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, റിവർ വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലിനെ പറയുന്ന പേരാണ് അലൂവിയൽ സോയിൽ. പിന്നെ അടുത്ത ടൈപ്പാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. ബ്ലാക്ക് കോട്ടൺ സോയിൽ നമ്മൾ പറഞ്ഞു റോക്ക് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പാരന്റ് റോക്കിന് താഴെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന റെസിഡ്യൂസ് റോക്ക്, അതിനൊരു എക്സാമ്പിളാണ് ഈ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞത്. പിന്നെ ഒന്നാണ് ലാട്രൈറ്റിക് സോയിൽ. പിന്നെ ഒന്ന് ഡെസേർട്ട് സോയിൽ. പിന്നെ എന്താണ് മെറൈൻ ഡെപ്പോസിറ്റ് സോയിൽ. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ടൈപ്സ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്.